ഫസ്റ്റ് എയ്ഡൊക്കെ കഴിഞ്ഞ് സനയും പോകുമ്പോഴാണ് എമ്ര അവളോട് ചോദിക്കുന്നത്, പുതിയ പ്രൊജക്റ്റിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞോ? ഇല്ല, ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. വല്ലതും കിട്ടിയാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ വർക്ക് ചെയ്യാൻ പോകും. അപ്പോൾ അവിടുത്തെ ആൾക്കാർ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നത് കാണുമ്പോഴാണ് അവിടുത്തെ സിസ്റ്റം ഒക്കെ സ്റ്റോപ്പായി നിൽക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ജയജയും ഡയറിനെ കാണിച്ച് ഡയറിയും ചോദിക്കും ജയജയോട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് കാണിക്കാൻ. അപ്പോൾ ജയ പറയും, ഫോട്ടോസ് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഡ്രോ ചെയ്തതാണ്. അത് കാണുമ്പോൾ തന്നെ ഡയറിന് ആകെ ദേഷ്യം പിടിക്കും. എമ്രെ ജാനിൻ്റെ അടുത്ത് ചെന്ന്, ചേട്ടൻ ഇതെന്തിനുള്ള പുറപ്പാടാണ്? ഇവിടെ ഉള്ളവർക്കൊക്കെ വർക്ക് ചെയ്യേണ്ടേ, എല്ലാ സിസ്റ്റവും ഓഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ജാൻ പറയും, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. ആ സ്പൈ ആരാന്നൊക്കെ കണ്ടെത്തണം. അതിനിങ്ങനെയൊക്കെ ചെയ്തേ പറ്റുമെന്ന് പറയും. അപ്പോൾ സനത്തിൻ്റെ അച്ഛനെയും അമ്മയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലാണ്. അവിടെ നിന്ന് അമ്മ ഒന്നും സംസാരിക്കാണ്ട് പോകുന്നു. അച്ഛൻ നേരെ ആ പലിശക്കാരൻ്റെ അടുത്തേക്ക് പോവുകയായിരിക്കും. പക്ഷേ അയാൾ അവിടെ ഉണ്ടായിരിക്കില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനോട് അച്ഛൻ പറയും, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം, ഇപ്പോൾ ക്യാഷ് ഇല്ലാഞ്ഞിട്ടാണ്, എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനോട് ഇതൊന്ന് പറയണം, എവിടെ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ, ചേട്ടാ നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും ലോണ് തരുന്ന ആളെ സെറ്റാക്കി തരാം, നിങ്ങൾ അങ്ങനെയെങ്കിലും ആ പലിശ അങ്ങ് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും തന്നേക്കാമെന്ന് പറയും. മുസാഫിറിൻ്റെ അമ്മ വന്ന് സനത്തിൻ്റെ നെയ്ബറിനോട് അവളുടെ അമ്മയുടെ കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ തീരെ വീട് വൃത്തിയാക്കി വെക്കില്ല. ആ ടേബിളിൽ ഞാൻ പോയപ്പോൾ നിറച്ചും പൊടിയായിരുന്നു. ടോയ്ലറ്റ് ഒന്നും അവർ വൃത്തിയാക്കി വെക്കാറില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സനത്തിൻ്റെ അമ്മ വരുന്നത്. അവരുടെ വർത്തമാനം കേട്ടുകൊണ്ട് തന്നെയാണ് അമ്മ വന്നത്. അങ്ങനെ അമ്മ ആ നെയ്ബറിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കും മുസാഫിറിൻ്റെ അമ്മ പോയിട്ടുണ്ടാകും. എന്താ അവർ പറഞ്ഞ, സത്യം പറയാമെന്ന് പറയുമ്പോൾ, ഓ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ, നീ എന്തായാലും സത്യം പറഞ്ഞു, അതാ നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ, നിങ്ങൾ വീട് തീരെ വൃത്തിയാക്കി വെക്കാറില്ല, അവർ വന്നപ്പോൾ അവിടെ കുറച്ച് പൊടിയൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് ഓരോ കുറ്റങ്ങൾ പറഞ്ഞത് അതിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. നിനക്ക് എന്നെക്കുറിച്ച് അറിയാവുന്നതല്ലേ, നീ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് അവളുടെ അമ്മ കുറച്ച് സങ്കടമായിട്ട് പോകും. ഐറിൻ എമ്രയെ വിളിച്ച് പുതിയ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറയുമ്പോൾ എമ്ര പറയും, ചേട്ടനാകെ പണി തന്നിരിക്കുക, ഇവിടുത്തെ എല്ലാ സിസ്റ്റം ബ്ലോക്കാണ്, അതൊന്നും പെട്ടെന്ന് ചെയ്തു തരാൻ കഴിയില്ല. അപ്പോൾ നിന്നെ ആ പെണ്ണ് സഹായിക്കൂലേ എന്ന് ചോദിക്കുമ്പോൾ, സനത്തിനോട് ഞാനൊന്ന് ചോദിച്ച് നോക്കട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവൻ സനത്തെ കാണും. അങ്ങനെ സനമിനോട് പറയും, നീ ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ പോയി പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിയണം. ഇവിടെ നമ്മൾ പുതിയ ഒരാളെ പരിചയപ്പെടുകയാണ്. പേര് ഉസ്മാൻ, ഐഹാൻ്റെ സഹോദരനാണ്. അവൻ ജോലി ചെയ്യുമ്പോൾ ഐഹാൻ വന്ന് അവനോട് കുറച്ച് പണം ചോദിക്കും. അവൾക്കെന്തോ ഇൻ്റർനെറ്റ് കഫേ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. നീ ഇതുവരെ പരീക്ഷിച്ച എല്ലാ ബിസിനസ്സും പൊട്ടിയതല്ലേ, ഇതും അതുപോലെ തന്നെയൊക്കെ ആയിരിക്കുമല്ലോ വയ്ക്കുമ്പോൾ, ചേട്ടാ ഞാനിങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കും, ചേട്ടൻ ഇപ്പോൾ എനിക്ക് പൈസ തരുമോ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അവൻ സന്തോഷത്തോടെ അവൻ്റെ കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കും. ഇനി ഞാൻ തരില്ല എന്നും പറയും. അവിടെ നിന്ന് അവൻ ലൈലയെ കാണും. ലൈലയെ കാണുമ്പോൾ അവൻക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും. അവൻക്ക് അവളോട് ചെറിയൊരു ക്രഷ് ഉണ്ട്. അവൻ കുറേ കാലമായിട്ട് അവളെ വൺ സൈഡായിട്ട് പ്രേമിക്കുകയാണ്. മീറ്റിംഗ് പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് സനം അവളുടെ കയ്യിലുള്ള ഒരു ബോട്ടിൽ നോക്കിക്കൊണ്ട് വരികയായിരിക്കും. അവൾ ചുറ്റിലുള്ളതൊന്നും നോക്കുന്നുണ്ടാവില്ല. അവളുടെ തല നേരെ പോയി മുന്നിലുള്ള ഗ്ലാസ്സിലിടിക്കും. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജാനും ഡയറിനും ഗുലീസും എല്ലാവരും വാ പൊളിച്ച് നോക്കി നിൽക്കും. ഈ പെണ്ണിന് ഇതെന്താ? ഞാൻ പെട്ടെന്ന് തന്നെ സനത്തിൻ്റെ അടുത്തേക്ക് പോയി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ, നീ ഇങ്ങനെ തന്നെയാണോ, ഒന്നും നോക്കാണ്ടാണോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ സനം പറയും, ഞാൻ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് കരുതിയാണ് വന്നത്, ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ, ഇത് കമ്പനി മീറ്റിംഗ് അല്ല, ജനറൽ മീറ്റിംഗാണ്, നീ തൽക്കാലം പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. അപ്പോൾ എമ്ര സനത്തിനോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ഇല്ല, ജനറൽ മീറ്റിംഗ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ പോയി, പക്ഷേ ഞാൻ എന്നോട് നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നോട് പൊക്കോളം പറഞ്ഞതാണെന്ന് പറയും. അപ്പോഴാണ് ജാൻ എമ്രയുടെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ചില പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ട്, ഇവിടെ നിന്ന് എടുത്താൽ ശരിയാവില്ല, ഞാൻ പുറത്ത് പോവാണെന്ന് പറയുമ്പോൾ എമ്ര പറയും, ചേട്ടൻ ഒറ്റയ്ക്ക് എന്തായാലും പോകണ്ട, എങ്ങനെയാണ് തനിച്ച് പോകുന്നേ, ഇവൾക്ക് നല്ല ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്, ചേട്ടൻ പോകുമ്പോൾ സനത്തിനെയും കൂട്ടിക്കുമെന്ന് പറയും. അങ്ങനെ സനം പോകാൻ തയ്യാറാവും. സനം ധൃതി പിടിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോഴായിരിക്കും ജാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയായിരുന്നു, നിങ്ങളിവിടെ ഇരിക്കുകയാണോ? അല്ല, ഈ ബൈക്കിലാണോ നമ്മൾ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, വാ കയറുമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ ബൈക്കിലേക്ക് കയറ്റും.
പെട്ടെന്ന് പിടിച്ചിരുന്നു. നല്ല സ്പീഡിലായിരിക്കും പോവുക. എനിക്കറിയാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോകും. സനയം ആകെ പേടിച്ചാണ് ഇരിക്കുന്നത്. അതവളുടെ ഇരുത്തം കണ്ടാൽ തന്നെ അറിയില്ലേ. ജാൻ അവൻ്റെ സുഹൃത്തിൻ്റെ കടയിലേക്കായിരിക്കും പോകുന്നത്. അവിടെ സനത്തിനെ പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ചോദിക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? എന്ത് ഫ്യൂച്ചർ പ്ലാൻ? ഇങ്ങനെ ചില്ലായങ്ങ് പോകണമെന്ന് സനയം പറയുമ്പോൾ അയാൾ പറയും, അപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷനിലല്ലേ? ഞാൻ എൻഗേജ്മെൻറ്റ് റിങ് കണ്ടപ്പോൾ ചോദിച്ചതാണെന്ന് പറയുമ്പോൾ ജാൻ പറയും, അങ്ങനെയൊന്നും ഇല്ലടാ, ഇതെൻ്റെ കമ്പനിയിലൊരു സ്റ്റാഫാണെന്ന് പറയും. അങ്ങനെ ജാൻ സനത്തിനെയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോകും. ലൈലയും അച്ഛനും വീട്ടിലേക്ക് വരുമ്പോൾ വീടിന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളമാണ് അവർ കാണുന്നത്. ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അമ്മ ആകെ ക്ഷീണിച്ച് എല്ലാ പണിയും ചെയ്ത് ക്ഷീണിച്ച് അങ്ങ് ഇരിക്കുന്നത് കാണും. അങ്ങനെ അവർ അമ്മയെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ജാനും സനയമും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിലേക്ക് പോവുകയാണ്. ജാൻ അവിടെ നിന്ന് സനം അറിയാതെ അവളെ ഇങ്ങനെ നോക്കുന്നുണ്ടാകും. അവളുടെ സംസാരം, അവളുടെ സൗന്ദര്യം, ഇതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നിടയിലാണ് ജാൻ അവളുടെ എൻഗേജ്മെൻറ്റ് റിങ് കാണുന്നത്. അതാദ്യം അവൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് കാണുമ്പോൾ അവനൊരിത്തിരി സങ്കടം തോന്നും. കാരണം അവൻക്ക് അവളോട് എന്തോ ഫീലിങ്സ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അവർ വീണ്ടും ആ പ്രിൻ്റ് ഔട്ട് കടയിലേക്ക് പോവുകയാണ്. പക്ഷേ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറയുന്നത് പോലെ അവിടെ കറണ്ട് പോയിട്ടുണ്ടാവും. ഇനി എന്തായാലും നിങ്ങൾക്ക് ഇന്ന് പ്രിൻ്റ് എടുത്ത് തരാൻ കഴിയും തോന്നുന്നില്ല. കഴിയുമെങ്കിൽ ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ എടുത്ത് തരാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, അതൊന്നും ശരിയായില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അല്ലെങ്കിൽ നിൻ്റെ ആ പഴയ മെഷീൻ ഉണ്ടല്ലോ, അതിങ്ങെടുക്ക്, അതിന് കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് വർക്കാവുന്നൊന്നും തോന്നുന്നില്ല, എന്തായാലും ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ മെഷീൻ കാണിച്ചു കൊടുക്കും. സനയം അത് നല്ല കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. സനയം ജാനിന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൾ 14th ആനിവേഴ്സറിൻ്റെ ഒരു നോട്ടീസ് കണ്ടിട്ടുണ്ട്. അത് ജാനിനോട് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നീ കണ്ടു വെച്ചതല്ലേ, എടുത്തോന്ന് പറഞ്ഞ് അവൾ അങ്ങനെ എടുക്കാൻ പോകും. പക്ഷേ അവൾക്ക് എത്താത്തത് കൊണ്ട് ജാൻ അവളുടെ പുറകിലൂടെ പോയി എടുത്തു കൊടുക്കും. ഇനി നിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ചുകൂടി നേരത്തെ പണി എനിക്കുണ്ട്, നീ വീട്ടിലേക്ക് പോയിക്കോ, സേഫായി പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കും. അതൊക്കെ നോക്കി സനയം ആ പ്രിൻ്റ് ഔട്ടിൻ്റെ ഫോട്ടോ എടുത്ത് എംബ്രയ്ക്ക് അയച്ചു കൊടുക്കും. എംബ്ര അപ്പോൾ അയലിൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. സനയം നമുക്ക് ആ ഡീറ്റെയിൽസൊക്കെ വിട്ട് തന്നിട്ടുണ്ട്, അവൾ നമുക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അയലും ചോദിക്കും, നീ രാവിലെ മുതൽ തുടങ്ങിയതല്ലേ സനയം എന്ന് പറയുന്നത്, ഡീറ്റെയിൽസൊക്കെ കിട്ടിയില്ല, ഇനി കുറച്ച് നേരം മിണ്ടാതിരിക്കുന്നവർ. സനയം വീട്ടിലെത്തി നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അമ്മ എല്ലാവരോടും ഒരു ചെറിയ പണക്കത്തിലായിരിക്കും, ആരോടും സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷേ അന്ന് രാത്രി എന്തുകൊണ്ടോ അമ്മ സനയമിനോടും ലൈലയോടൊക്കെ ഒരുപാട് സംസാരിക്കും. അമ്മ സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഹാപ്പിയായി അവൾ അവളുടെ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോകും. അങ്ങനെ ജാൻ പണിയൊക്കെ കഴിഞ്ഞ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വീട്ടിലേക്ക് പോകുകയായിരിക്കും. അപ്പോഴാണ് സനത്തിൻ്റെ കൂടെയുള്ള കുറച്ച് നല്ല ഇൻസിഡൻറ്റുകൾ അവൻ ഓർമ്മ വരുന്നത്. അവനത് പുഞ്ചിരിച്ചുകൊണ്ട് ആലോചിക്കും. അവൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ മൊട്ടിട്ടത് അവൻ അറിയുന്നുണ്ടായിരിക്കില്ല.